ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് എക്സ്, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 9 ആൻഡ് എക്സ് പ്ലസ് 12 ഈസ് 10, ദെൻ എക്സിന്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. നമുക്കറിയാം മീൻ ഇവിടെ തന്നിട്ടുണ്ട്, മീൻ 10 ആണ്. മീൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 10 നമുക്ക് തന്നിട്ടുണ്ട്. സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഏതൊക്കെയാണ്? എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 9 പ്ലസ് എക്സ് പ്ലസ് 12 ഡിവൈഡ് ബൈ എത്ര ഉണ്ട്? 1 2 3 4 5 ഈക്വൽ ടു നമുക്ക് 10 തന്നിട്ടുണ്ട്. മീന് 10 തന്നിട്ടുണ്ട്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. 1 2 3 4 5. അപ്പോൾ 5x പ്ലസ് 3 plus 6 9 18 plus 12 30 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 10 വന്നു. 10 ഇങ്ങോട്ടേക്ക് 5 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5x പ്ലസ് 30 ഈക്വൽ ടു 50. 5x ഇസ് ഈക്വൽ ടു 50 മൈനസ് 30. അപ്പോൾ എത്രയാണ്? 20. x ഇസ് ഈക്വൽ ടു 20 ബൈ 5. അപ്പോൾ 4. നമ്മുടെ ആൻസർ 4 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For second question, if the median of the data 24, 25, 26, x plus 2, x plus 3, 30, 31, 34 is 27.5, then x. നമുക്ക് അവിടെ മീഡിയൻ തന്നിട്ടുണ്ട്. മീഡിയൻ എന്ന് പറയുന്നത് 27.5 ആണ് മീഡിയൻ. അപ്പോൾ നമുക്ക് ഒരു ഡാറ്റ തന്നിട്ട് മീഡിയൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ഡാറ്റനെ ഒന്നുമില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും. അതിനുശേഷമാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് ഡാറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന്റെ മീഡിയൻ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് n എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. 1 2 3 4 5 6 7 8. അപ്പോൾ n ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ 8 അല്ലേ? 8/2. 8/2 എത്രയാണ്? 4. അപ്പോൾ 4th ഒബ്സർവേഷൻ പ്ലസ് 5th ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോഴാണ് നമുക്ക് മീഡിയൻ കിട്ടുക. മീഡിയൻ എന്ന് പറയുന്നത് 4th ഒബ്സർവേഷൻ പ്ലസ് 5th ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ 2 ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി n ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ് മീഡിയൻ എന്ന് പറയുന്നത്? n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. n ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ ഹാഫ് കണ്ടുപിടിക്കുക. ഇപ്പോൾ n 10 ആണെങ്കിൽ 10/2 5. അപ്പോൾ 5th ഒബ്സർവേഷൻ പ്ലസ് 6th ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മീൻ കിട്ടുക. അപ്പോൾ ഇവിടെ 4th ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 1 2 3 4 എക്സ് പ്ലസ് 2 ആണ്. എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു മീഡിയൻ എന്ന് പറയുന്നത് 27.5. അപ്പോൾ ഇവിടെ 2x പ്ലസ് 5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 27.5 ആണ് വരുന്നത്. 2 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2x ഇസ് ഈക്വൽ ടു 55. ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 55 മൈനസ് 5, അതായത് 2x പ്ലസ് 5 ഈക്വൽ ടു 27.5 ഇൻറ്റു 2. ഇത് 55. ഇനി 2x ഇസ് ഈക്വൽ ടു 55 മൈനസ് 5. അപ്പോൾ x ഇസ് ഈക്വൽ ടു 50/2 25. അപ്പോൾ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് 25. അപ്പോൾ അതുപോലെ ചെയ്യാം. അടുത്തത് ദ മീഡിയൻ ഓഫ് ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സ് ഈസ്. ഇതിലേതാണ് വരിക? അപ്പോൾ നമുക്ക് ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സ് എഴുതാം. 1 3 5 7 11 13 15 വരില്ല, 16 വരില്ല, 17 19 20 21 23 ആണ് പിന്നെ വരുന്നത്. 23 29 1 2 3 4 5 6 7 8 9 10. ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സിന്റെ മീഡിയൻ ആണ് വേണ്ടത്. അപ്പോൾ 10 നമ്പേഴ്സ് n ഈവൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ n/2 എന്ന് പറയുന്നത് ഇവിടെ 10/2 5. അപ്പോൾ 5th ഒബ്സർവേഷൻ പ്ലസ് 6th ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ 2 ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 2 3 4 5 11 ആണ് വരുന്നത്. 11 പ്ലസ് 13 ഡിവൈഡ് ബൈ 2. അപ്പോൾ എത്രയാണ് വരുന്നത്? 24/2. 24/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് 12 ആണ് കിട്ടുന്നത്.
If the mode of the data 16, 15, 17, 16, 15, x, 19, 17, 14 is 15, then x എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മോഡ് ഓഫ് ദ ഡാറ്റ, ഇവിടെ മോഡ് ഓഫ് ദ ഡാറ്റ 15 ആണ്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതായിരിക്കും അതിൻ്റെ മോഡ്. അപ്പോൾ ഇവിടെ 16 2 ടൈംസ് ഉണ്ട്, അപ്പോൾ 15 2 ടൈം. അപ്പോൾ ഇവിടെ എക്സ് 15 ആയാൽ മാത്രമേ നമുക്കത് 3 ടൈംസ് ആവുള്ളൂ. അപ്പോൾ മോഡ് 15 ആയതുകൊണ്ട് എന്തായാലും എക്സ് എന്തായിരിക്കും 15 ആയിരിക്കും. എന്നാൽ മാത്രം 15 3 ടൈംസ് ഉണ്ടാവുള്ളൂ. 16 2 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 16 ആണ് തന്നതെങ്കിൽ എക്സ് 16 ആയിരിക്കും. ഇവിടെ 15 ആണുള്ളത്. അപ്പോൾ 15 ആയതുകൊണ്ട് ഒരു 15 കൂടി ഉണ്ടെങ്കിൽ നമുക്കത് മോഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എക്സ് എന്നുള്ളത് 15 ആയി. ഇഫ് ദ മോഡ് ഓഫ് ദ ഡാറ്റ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 64 60 48 എക്സ് 43 ഇങ്ങനെയാണുള്ളത്. അതിൽ മോഡ് എന്ന് പറയുന്നത് 43 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 ആണ് കാണേണ്ടത്. അപ്പോൾ എക്സ് എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ 43 1 2 ടൈം ആണുള്ളത്. അതുപോലെ 48 നമുക്ക് 2 ടൈം ഉണ്ട്. അപ്പോൾ അത് മോഡായിട്ട് വരിക. അപ്പോൾ മോഡായിട്ട് വരണമെങ്കിൽ, അതായത് 43 മോഡ് ആവണമെങ്കിൽ എക്സ് എന്തായിരിക്കണം 43 ആയിരിക്കണം. അപ്പോൾ എക്സ് 43 ആണ്. എക്സ് 43 ആണെങ്കിൽ എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് 43 പ്ലസ് 3 46 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്തത്, ഇഫ് ദ മോഡ് ഓഫ് ദ ഡാറ്റ ഈസ് 45, മീൻ ഈസ് 27, ദെൻ ദ മീഡിയൻ. അപ്പോൾ ഇത് നമുക്ക് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി. എന്താണ് നമ്മുടെ ഫോർമുല? മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. എംപിരിക്കൽ റിലേഷൻഷിപ്പ് മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. ഇതിൽ നിന്ന് നമ്മൾ മീഡിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 മീഡിയൻ ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ കിട്ടും. മോഡ് പ്ലസ് 2 മീൻ ആവുമ്പോൾ അവിടെ മോഡ് എത്രയാണ് നമുക്ക് തന്നത്? മോഡ് ഓഫ് ദ ഡാറ്റ 45 ആണ്. അപ്പോൾ 45 പ്ലസ് 2 ഇൻറ്റു മീൻ എന്ന് പറയുന്നത് എത്രയാണ്? മീൻ 27 ആണ്. ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ കിട്ടും. മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഈക്വൽ ടു 3 മീഡിയൻ ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ ആണ്. അപ്പോൾ മീഡിയൻ ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ ഡിവൈഡ് ബൈ 3. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് 45 ആണ്, മീൻ എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ 27 ഇൻറ്റു 2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 3. അപ്പോൾ 45 പ്ലസ് 54, അപ്പോൾ 99 ആണ് വരുന്നത്. 99 ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 33. അപ്പോൾ ആദ്യത്തതിൻ്റെ ആൻസർ 33 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത്, ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് ദ ഡാറ്റ. മീൻ തന്നിട്ടുണ്ട് നമുക്ക് 40, മീഡിയൻ ആണ് തന്നിട്ടുള്ളത്. ദെൻ ദ വാല്യൂ ഓഫ് മോഡ്. അപ്പോൾ മോഡാണ് കാണേണ്ടത്. മോഡ് കാണാൻ വേണ്ടി മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ. മീഡിയൻ ഇവിടെ എത്രയാണ്? മീഡിയൻ ഓഫ് ദ ഡാറ്റ 15 ആണ്. മൈനസ് 2 ഇൻറ്റു മീൻ എന്ന് പറയുന്നത് 14 ആണ്. ഇവിടെ 45 മൈനസ് 28. 45 നിന്ന് 28 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 70. അപ്പോൾ മീഡിയൻ മോഡ് ഓഫ് ദ ഡാറ്റ 70. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അടുത്തത്, ഇഫ് 35 ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഡാറ്റ 30, 34, 35, 36, 37, 38, 39, 40. ഒരു ഡാറ്റയിൽ നിന്ന് 35 റിമൂവ് ചെയ്യാൻ ദെൻ ദ മീഡിയൻ ഇൻക്രീസസ് ബൈ. മീഡിയൻ എത്രയാണ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ മീഡിയൻ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 നമ്പേഴ്സ് ആണുള്ളത്. n 8 ആണ്. അപ്പോൾ n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 4th ഒബ്സർവേഷൻ പ്ലസ് 5th ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ 2 ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ 4th ഒബ്സർവേഷൻ 1 2 3 4 36 പ്ലസ് 37 ഡിവൈഡ് ബൈ 2 എത്രയാണ് വരുന്നത്? 73 ഡിവൈഡ് ബൈ 2. അപ്പോൾ 36.5. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന മീഡിയൻ. ഫസ്റ്റ് മീഡിയൻ 36.5 ആണ്. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ 35 അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡാറ്റ എങ്ങനെയായി? 30, 34,
36, 37, 38, 39, 40 ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റ ഉള്ളത്. അപ്പൊ n ഇവിടെ ഈവൺ നമ്പർ ഓഡ് നമ്പർ ആയി. ആദ്യം ഈവൺ നമ്പർ ആയിരുന്നു, 80 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 35 നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ n 7 ആണ് കിട്ടുന്നത്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് n/2 n+1/2th ഒബ്സർവേഷൻ ആണ്. അതായത് 7 + 1/2. അപ്പോൾ 7 + 1/2 എന്ന് പറഞ്ഞാൽ 8th ഒബ്സർവേഷൻ. 1, 2, 3, 4, 5. 8/2 4th ഒബ്സർവേഷൻ. 7 + 1 n+1/2th ഒബ്സർവേഷൻ ആണ് മീഡിയൻ വരുന്നത്. അപ്പോൾ 37 ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ 37. അപ്പോൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ എത്രയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ മീഡിയൻ എത്രയായിരുന്നു? 36.5 ആണ്. രണ്ടാമത് നമുക്ക് 35 റിമൂവ് ചെയ്തപ്പോൾ കിട്ടിയ മീഡിയൻ 37 ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 0.5. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആദ്യം 35 റിമൂവ് ചെയ്തപ്പോൾ എത്രയാണ് മീഡിയൻ ഇൻക്രീസ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം മീഡിയൻ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടാമത് 35 റിമൂവ് ചെയ്തപ്പോൾ ഉള്ള മീഡിയൻ നോക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ അത്രയും ആയിരിക്കും ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മീൻ 1, 3, 4, 5, 7, 4 ഈസ് m. അതുപോലെ നമ്പേഴ്സ് 3, 2, 2, 4, 3, 3 p have mean m-1 and median q. then p + q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഡാറ്റയുടെ മീൻ എന്ന് പറയുന്നത് m ആണ്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ 1 + 3 + 4 + 5 + 7 + 4 ഡിവൈഡ് ബൈ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ആണ് ഉള്ളത്. 6 ഈക്വൽ ടു അവിടെ മീൻ നമുക്ക് m എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ എഴുതി. ഇനി m നമുക്ക് കണ്ടുപിടിക്കുക. ഇത് ആഡ് ചെയ്യുക. 4, 4 + 4 8, 8 + 5 13, 13 + 7 20, 20 + 4 24/6 m. അപ്പോൾ m ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ഡാറ്റയുടെ എന്താണ്? മീൻ m-1 ആണ്. അപ്പോൾ 3 + 2 + 2 + 4 + 3 + 3 + p ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 1, 2, 3, 4, 5, 6, 7 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു m-1. ഇവിടെ m എന്നുള്ളത് ഈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 5 + 2 7, 11, 11 + 3 14, 14 + 3 17, 17 + p ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു 4 - 1, 4 - 1 3 ആയി. 17 + p ഈക്വൽ ടു 3 × 7. അപ്പോൾ p എന്ന് പറയുന്നത് നമുക്ക് 21 - 17 ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് p കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? ഇവിടെ p കിട്ടി. ഇനി q എന്താണെന്നുള്ളത് കാണണം. q എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നമ്പേഴ്സിന്റെ മീഡിയൻ ആണ് q. അപ്പൊ മീഡിയൻ കാണണമെങ്കിൽ നമുക്ക് ആ ഡാറ്റ എങ്ങനെയാണുള്ളത്? ഇപ്പോൾ നമുക്ക് P4 കിട്ടിയപ്പോൾ ഡാറ്റ 3, 2, 2, 4, 3, 3 p എന്ന് പറയുന്നത് 4 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡാറ്റ ഇതാണ്. ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് q എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. q കണ്ടുപിടിക്കണം. q കണ്ടുപിടിക്കാൻ വേണ്ടി മീഡിയൻ കാണാൻ വേണ്ടി തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. 2, 2, 3, 3, 3 3 3 ഉണ്ട് 4. അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി n എത്രയാണെന്നുള്ളത് നോക്കുക. 1, 2, 3, 4, 5, 6, 7. 7 ആണ് നമുക്ക് n എന്ന് പറയുന്നത് 7 ആണ്. n 7 ആണെങ്കിൽ n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും എന്ത്? അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ. അപ്പോൾ ഇവിടെ 7 + 1 എന്ന് പറഞ്ഞാൽ 8, 8/2 4. അപ്പോൾ 4th ഒബ്സർവേഷൻ ഇവിടെ എന്താണ്? 3 ആണ്. അപ്പോൾ q എന്ന് പറയുന്നത് നമുക്ക് 3 ആണ് കിട്ടിയത്. p 4ഉം q 3ഉം കിട്ടി. അപ്പം p + q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 3 ഈക്വൽ ടു 7. അപ്പോൾ നമ്മുടെ ആൻസർ 7. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്ന ഡാറ്റ, ആദ്യത്തെ ഡാറ്റയിൽ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് m ആണ്. അപ്പോൾ ആ m നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്തിട്ട് m കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ ഡാറ്റയിൽ m-ന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് p കിട്ടും. p കിട്ടിയതിന് ശേഷം നമ്മൾ ഡാറ്റനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുന്നു. മീഡിയൻ എന്താണ്? q. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് p + q എന്താണെന്നുള്ളത് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി എടുക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീൻ ഓഫ് n ഒബ്സർവേഷൻ ഈസ് x bar.
if the first observation is increased by 1, second by 2, third by 3 and so on, then the new mean എന്താണെന്ന് ചോദ്യം. അപ്പോൾ ആദ്യത്തേത് മീൻ ഓഫ് n ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡ് ബൈ n ആണ് നമുക്ക് എക്സ് ബാറിന് തന്നിട്ടുള്ളത്, അതായത് മീനിന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എൻ എക്സ് ഇങ്ങനെയാണ് കിട്ടുന്നത്. മീൻ എന്ന് പറയുന്നത് ആദ്യത്തേത് നമുക്ക് എൻ എക്സ് ബാർ, ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കൂടെ, അതായത് ഈ ഓരോ ഒബ്സർവേഷൻ്റെ കൂടെയും ആദ്യത്തേതിൻ്റെ കൂടെ 1, രണ്ടാമത്തേതിൻ്റെ കൂടെ 2, മൂന്നാമത്തേതിൻ്റെ കൂടെ 3 അങ്ങനെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പ്ലസ് x2 പ്ലസ് 2 പ്ലസ് x3 പ്ലസ് 3 ഇങ്ങനെയാണ് വരുന്നത്. എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മീന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ന്യൂ മീൻ എന്താണെന്നാണ് ചോദ്യം. സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് നമുക്ക് മീനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് സിഗ്മ എക്സ് ആണ് എൻ എക്സ് എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ഒബ്സർവേഷൻ്റെ കൂടെ ആദ്യത്തെ ഒബ്സർവേഷൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, രണ്ടാമത്തേതിൻ്റെ 2, മൂന്നാമത്തേതിൻ്റെ കൂടെ 3 അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, x1 പ്ലസ് x2 പ്ലസ് x3 എക്സെട്ര പ്ലസ് xn എഴുതാം. പ്ലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 1 പ്ലസ് 2 പ്ലസ് 3 എക്സെട്ര പ്ലസ് n എഴുതി. അപ്പോൾ ഇതിൻ്റെ മീനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, n എക്സ് പ്ലസ് നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്, n ഇൻറ്റു n പ്ലസ് 1/2. അതായത് സമ്മ്, മീനല്ല, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അപ്പോൾ ന്യൂ മീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ n ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മ് മാത്രമാണ് നമുക്ക് എത്ര n എക്സ്. അതുപോലെ ഇതിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്, ഡിവൈഡ് ബൈ n വന്നു. ഇതിൽ n നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, എന്നിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. എക്സ് ബാർ പ്ലസ് n പ്ലസ് 1 ഇവിടെ ഡിവൈഡ് ബൈ 2 ഉണ്ട്, ഹോൾ ഡിവൈഡ് ബൈ n ഉണ്ട്. ആ എന്നും ഈ എന്നും ക്യാൻസൽ ആയിട്ട് എക്സ് ബാർ പ്ലസ് n പ്ലസ് 1/2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ ഒന്നുമില്ല. ആദ്യത്തേത് നമുക്ക് മീൻ ഓഫ് n ഒബ്സർവേഷൻ എക്സ് ബാറിന് തന്നിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. n ഒബ്സർവേഷൻ്റെ മീനാണ് എക്സ് ബാർ. അപ്പോൾ x1 പ്ലസ് x2 അതിൻ്റെ ഇത് ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് എക്സ് ബാറിന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് ഈ എന്നിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ n എക്സ് ബാർ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ ഒബ്സർവേഷൻ്റെ കൂടെയും 1, 2, 3 അങ്ങനെ ആഡ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ ഇങ്ങനെയായി മാറി. അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ഇതിൻ്റെ മീനാണ് നമുക്ക് കാണേണ്ടത്. ഇതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മും ഇതിൻ്റെ മൊത്തമുള്ള സമ്മ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇതിൻ്റെ മൊത്തമുള്ള സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് n എക്സ് ബാറിന്. അതുപോലെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ n ആണ്. അപ്പോൾ ആ n രണ്ടിലും ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, ഡിനോമിനേറ്ററിൽ n ഉണ്ട്. n കോമൺ ആയിട്ട് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തപ്പോൾ എക്സ് ബാർ പ്ലസ് n പ്ലസ് 1/2 ആണ് കിട്ടുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.